Next is a very nice derivation. We are discussing about series LCR circuit connected to AC. എക്സാമിന് ചോദിക്കും, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നല്ല സീരിയസ് ആയിട്ടിരിക്കുക. സി എൽ സി ആർ എല്ലാം നിങ്ങൾക്ക് ഇനി അറിയാം, ഒന്നും സംശയം വരത്തില്ല. കണക്റ്റഡ് ടു എ സി. ഓക്കെ, at this instant the voltage is I, at this instant the current is I. Current will be same in all components because they are connected in series. Everything നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ പഠിച്ച കംപ്ലീറ്റ് സാധനങ്ങൾ ഞാനിവിടെ എഴുതാൻ പോവാണ്. പറയും എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ആർ ഓൺലിയുടെ പിക്ചർ എങ്ങനെയായിരുന്നു? ചെറുതായിട്ട് വരയ്ക്കാം. ഇതാണ് വോൾട്ടേജ്, ഇതാണ് കറണ്ട്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. ദെൻ ഇൻഡക്ടർ ഓൺലി, ഇൻഡക്ടർ ഓൺലി. അവിടെ നമ്മൾ പഠിച്ച പിക്ചർ ഇതാണ്. വോൾട്ടേജ് ഇതാണ്, കറണ്ട് ഇതാണ്. ഓക്കെ, വോൾട്ടേജ് ആണ് എന്ത്? എ ഹെഡ്. ഓക്കെ, അടുത്ത കേസ് കപ്പാസിറ്റർ ഓൺലി. ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഇങ്ങനെ വരച്ചു. ഇതാണ് വോൾട്ടേജ്, പറയും ഇതാണ് കറണ്ട്. ഓക്കെ, കറണ്ടാണ് ഹെഡ്, വോൾട്ടേജ് ബിഹൈൻഡാണ്. എത്ര ബിഹൈൻഡാണ്? 90. ഇവിടെ 90. ഓക്കെ, ഇത്രയും കഥകളെല്ലാം നമുക്കറിയാം. ഇനി ഓരോന്നായിട്ട്. സി കറണ്ട് ഈസ് സെയിം ഇൻ ഓൾ കമ്പോണൻസ്. Am I right? Here also I am using the same technique, phase diagram method. See, phase diagram analysis. See, listen properly. If I is a current in all components, I can represent it like this. So this is a current in all components. Okay, it may be the current in resistor, capacitor or inductor. Then if this is a current in resistor, voltage in resistor can be represented like this. Then if this is a current in inductor, voltage in inductor can be represented ahead. So voltage in inductor can be represented ahead of current by 90. ബുദ്ധിമുട്ടൊന്നുള്ളതല്ല. If I is a current in capacitor, voltage in capacitor is behind. Voltage in capacitor is behind. Voltage in capacitor is behind by 90. No problem. Here, how many voltages are there? 3 voltages are there. So what is the resultant? നമ്മൾ മൂന്നെണ്ണത്തിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. നമുക്ക് വി എല്ലിൻ്റെയും വി സിയുടെയും കൂടെ കണ്ടുപിടിക്കണം. നമുക്ക് അസ്യൂം ചെയ്യാം ഇഫ് വി സി ഏതെങ്കിലും ഒന്നങ്ങ് ചെയ്യാം. വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇവന്മാർ രണ്ടിൻ്റെയും കൂടെ എടുക്കുമ്പോൾ വി സി മൈനസ് വി എൽ ഇട്ടൂലേ. അപ്പോൾ ഞാൻ ഈ പടത്തിനെ മോഡിഫൈ ചെയ്യാം. പറയും ഏതെങ്കിലും ഒന്ന് വെച്ചങ്ങ് ചെയ്യാനേ എന്ന് വർത്തിയുള്ളൂ. സോ ഓക്കെ, പറയും ഐ. ഇനി വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ പറയും. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ എന്താണ്? വി സി മൈനസ് പറ വി സി മൈനസ് വി എൽ. ഓക്കെ, നൗ ടെൽ മീ ഹൗ മെനി വോൾട്ടേജസ് ആർ ദെയർ? 2. സോ വാട്ട് ആർ ദേ? ഒരെണ്ണം ഇതായിരിക്കുന്നു, അടുത്ത ഒരെണ്ണം ഇതായിരിക്കുന്നു. രണ്ടെണ്ണത്തിൻ്റെ കൂടെ റിസൾട്ടൻ്റ് കാണാൻ പാരലോഗ്രാം മെത്തേഡ് ഇതാ കണ്ടോ വരയ്ക്കുന്നു. ദിസ് ഈസ് ദ റിസൾട്ടൻ്റ് വോൾട്ടേജ്. കണ്ടോ, ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ്, ഇതാണ് കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ പറ 5. കണ്ടല്ലോ, ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ ആര് ഹെഡ്? കറണ്ട് ഹെഡ്, വോൾട്ടേജ് ബിഹൈൻഡ്. നമ്മൾ നേരത്തെ തിരിച്ചായിരുന്നുണ്ടെങ്കിൽ മാറിയണേ. അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്ക് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിഫർ ബൈ എ ഫേസ് ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇവിടുത്തെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരിക. അപ്പം നമ്മളിവിടെ എടുത്തതനുസരിച്ച് തന്നെ നമ്മുടെ നോട്ടിലുള്ളതുപോലെ തന്നെ ഞാൻ പറയാം. നോട്ടിൽ അതിനെ എഴുതിയിരിക്കുന്ന മെത്തേഡ് മാറ്റിയാൽ നിങ്ങൾക്ക് അവസാനം പഠിക്കാൻ ഒരു കൺഫ്യൂഷനായിരിക്കും. ഓക്കെ, ഒറ്റ സെക്കൻഡേ. നിങ്ങളിവിടെ നോട്ട്സിനകത്ത് വോൾട്ടേജിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ വോൾട്ടേജിൽ തന്നെ തുടങ്ങി എഴുതാം. ഏതിൽ വേണേൽ തുടങ്ങി നമുക്ക് എഴുതാമെന്നുള്ളേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഈ സർക്യൂട്ടിലെ വോൾട്ടേജിനെ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ കറണ്ടിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാണ് ആരാണ് ഹെഡ്? കറണ്ടല്ലേ ഹെഡ്. കറണ്ടാണ് ഹെഡ്. അപ്പോൾ കറണ്ടാണ് ഹെഡ് എങ്കിൽ എത്ര ഹെഡ്? 5 ഹെഡ്. അപ്പോൾ എങ്ങനെ എഴുതും? ഐ എം
സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതും. ഇതിനകത്ത് അത്ഭുത സംഭവമൊന്നുമില്ലല്ലോ. നമുക്ക് നിങ്ങളുടെ നോട്ടിൽ എഴുതിയത് ഇതായതുകൊണ്ട് ഞാൻ ഇതങ്ങ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൂടെ, ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്ന് നിങ്ങൾ എഴുതിയ രീതിയിൽ എഴുതി ആരെങ്കിലും വെട്ടിക്കളയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? വോൾട്ടേജ് എങ്ങനെ എഴുതും? ബിഹൈൻഡ് ആയിട്ട് എഴുതണം. പറ, വി എം സൈൻ ഒമേഗ ടി -5 എന്ന് എഴുതണം. ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ നോട്ടിൽ ഇത് എഴുതിയതുകൊണ്ട് ഞാൻ അതൊന്ന് എഴുതിയുള്ളൂ. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്? വോൾട്ടേജും കറണ്ടിനോടൊക്കെയുള്ള ആംഗിൾ 5. സോ ഹിയർ യു ക്യാൻ ഫൈൻഡ് എ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. ദിസ് ആംഗിൾ ഈസ് 90. പറയൂ, 5 എനിക്ക് വേണം. പറഞ്ഞോ. tan 5 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വി സി മൈനസ് വി എൽ ആണ്. അഡ്ജസൻറ്റ് സൈഡ് വി ആർ ആണ്. സോ വി സി മൈനസ് വി എൽ ബൈ വി ആർ എന്നാണ്. സോ tan 5 ഈസ് ഈക്വൽ ടു tan 5 ഈസ് ഈക്വൽ ടു ഇതെന്താണ്? ഐ ഇൻറ്റു എക്സ് സി. ഇതെന്താണ്? ഐ ഇൻറ്റു എക്സ് എൽ ഡിവൈഡഡ് ബൈ ഇതെന്താണ്? ഐ ഇൻറ്റു ആർ. എല്ലാത്തിലും ഐ കട്ട് ചെയ്തു. ബാക്കി പറ. tan 5 ഈസ് ഈക്വൽ ടു എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് 5 എങ്ങനെ കണ്ടുപിടിക്കും? 5 ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. അപ്പോൾ 5യുടെ വാല്യൂ ആയില്ലേ? ഇനി എന്താ വേണ്ടത്? ഈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് വേണം. ഒരു പ്രയാസമില്ലാതെ പെട്ടെന്ന് പറ. ഇവിടെ യു ക്യാൻ ഫൈൻഡ് എ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പെട്ടെന്ന് പറയണം. പെട്ടെന്ന് ഞാനിവിടെ ഇറൈസ് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സൗകര്യമാണ്. ഇതാ ഇവിടെ അങ്ങ് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറയണേ. ഈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ആണ് വേണ്ടത്. പറയും. അതിനുവേണ്ടി വി ഈക്വൽ ടു വാട്ട് ഈസ് വി ഈക്വൽ ടു റൂട്ട് ഓഫ്, പെട്ടെന്ന് പറ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, വി ആർ സ്ക്വയർ പ്ലസ് വി സി മൈനസ് വി എൽ ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഇനി അടുത്ത് വി ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആർ, അതിൻ്റെ സ്ക്വയർ പ്ലസ് ബാക്കി വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ ഐ ഇൻറ്റു എക്സ് സി. ഇതെന്താണ്? ഐ ഇൻറ്റു എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. പേടിച്ചില്ല. ഇനി വോൾട്ടേജ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, പെട്ടെന്ന് പറയും, ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് അടുത്ത് രണ്ടിലും ഐ ഉണ്ട്, ബാക്കി എക്സ് സി മൈനസ് എക്സ് എൽ. ഇനി ബാക്കി പറ, ഹോൾ സ്ക്വയർ എന്നാണ് ആണല്ലോ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ എക്സ് സി മൈനസ് എക്സ് എൽ സ്ക്വയർ. രണ്ട് ടേമിൽ ഐ സ്ക്വയർ ഉണ്ട്, അതിനെ കോമൺ എടുക്കുക, എന്നിട്ട് വെളിയിലെടുത്താൽ ഐ വെളിയിൽ വരും. അപ്പോൾ വി ഈക്വൽ ടു ഐ വെളിയിൽ വരും. ബാക്കി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. അടുത്ത ഈ ഐൻ്റെ അടി കൊണ്ടുവയ്ക്കുക. അപ്പോൾ വി ബൈ ഐ ഈക്വൽ ടു പറയും റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്നാണ്. വി ബൈ ഐക്ക് പകരം ഇസഡ് എന്ന് എഴുതാം, കാരണം കമ്പോണൻസ് കൂടുതൽ ഉണ്ട്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു പറയൂ, ഇസഡ് ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഫുൾ പാരാമീറ്റേഴ്സും കിട്ടി, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടി, കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി, വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ കിട്ടി, അടുത്ത സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കിട്ടി. ഇനി ഇമ്പിഡൻസിൻ്റെ ആൻസർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിന് പകരം ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ ആയാലും നോ ഇഷ്യൂ. നമ്മൾ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ കിട്ടൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസും ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫുൾ സാധനങ്ങളും ഒന്നും കൂടെ പറയാണ്, ഒരു പ്രയാസമില്ല. സോ ക്ലീനിങ് ദ എൻറ്റയർ തിങ്സ്. സി വാട്ട് എൽ സി then R connected to AC. Okay, at this instant what is voltage? V. At this instant what is the current? I. Current is same in all. Then say എല്ലാ ഡീറ്റെയിൽസും ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. R only ആണെങ്കിൽ see this is a diagram. പറയൂ, വോൾട്ടേജ് കറണ്ട്. then അടുത്ത L only ആണെങ്കിൽ പറയൂ പെട്ടെന്ന്, വോൾട്ടേജ് പറയൂ, ആരാണ് ഹെഡ്? വോൾട്ടേജ് എങ്ങനെയാണെങ്കിൽ കറണ്ട് ഇങ്ങനെ.
കറണ്ട് ഇങ്ങനെ. ഓക്കെ, വോൾട്ടേജ് ആണ് ഹെഡ്. ഇനി അടുത്തെന്താണ്? കപ്പാസിറ്റർ ഓൺലി. പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് പറ. ഇതാണ് വോൾട്ടേജ്. ഇനി കറണ്ട് ആണെങ്കിൽ ഇങ്ങനെ, ഐ ആണ് എ ഹെഡ്. അപ്പോൾ വോൾട്ടേജ് ബിഹൈൻഡ് എത്ര? ബിഹൈൻഡ് 90. സോ ഇത്രയൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കേസ്. സോ നമ്മൾ എഴുതേണ്ട സെന്റൻസ്: കൺസിഡർ ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് എൽ, സി ആൻഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. Okay, then the instantaneous value of voltage is V, the instantaneous value of current is I. It is same for all the components. Then for R, voltage and current are in same phase. For inductor, voltage is ahead of current by pi by 2. For in the capacitor, voltage is behind current by pi by 2. ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ ഓരോന്നായിട്ട് എഴുതുന്നു. The phase diagram analysis solution. Let the resultant current, let the current be I. Then if this is a current in resistor, voltage in resistor can be represented along the same line. If this is a current in inductor, voltage in inductor can be represented 90 ahead. So this is voltage in inductor 90 ahead. Then if this is a current in capacitor, voltage in capacitor 90 degree behind. So 90 degree behind. So voltage in capacitor. Now here you can find 3 voltages. So how can you find the resultant voltage? See, if VC is greater than VL, the resultant of VC and VL will be VC minus VL. So I shall modify the diagram. So this is a modified diagram. This is a current. Okay, then voltage in a resistor, then VC and VL resultant say. So this is VC minus VL. Okay, then how many voltages are there? 3. Now reduced to 2. So first voltage VR, second voltage VC minus VL. How can you find the resultant? By parallelogram method. Okay, then see, നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. See, the resultant is like this. So this is a resultant voltage. അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ. So this is a resultant voltage. So this is voltage, this is current. So voltage and current differ by a phase of 5. വേണമെങ്കിൽ ഞാൻ അതൊന്ന് മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. സോ ആ പാർട്ട് മാത്രം നമുക്ക് റൈസ് ചെയ്യാം. See, modified diagram, tell me. This is a current, this is a voltage in a resistor, 2 voltages here, VC greater. So net voltage will be this one. This is the answer of what? VC minus VL. Now we have 2 voltages. So what are they? VR and VL, VC minus VL. How can you find the resultant? Draw parallelogram. Okay, then drawing the parallelogram. So this is the resultant voltage. Then voltage and current differ by a phase of 5. Now see, very clear, picture is very clear. Voltage like this, current is like this. What is ahead? Current is ahead. Okay, so why current is ahead? Because VC is greater than VL. തിരിച്ചാണെങ്കിൽ തിരിച്ചു വന്നേനെ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പറയരുത്. So voltage and current differ by a phase of 5. Then if I is equal to Im sin omega t, the voltage can be represented as, പറയൂ, voltage can be represented as behind ആണ് Vm sin omega t minus 5. ബുദ്ധിമുട്ടുണ്ടായില്ല. Or you can write in a different way. So I represent voltage V equal to Vm sin omega t. Then how can I represent current? Current പറയൂ, ahead by 5. So Im sin omega t plus 5. No problem. Next, I want 5. How can I find it? So you can find a right triangle here. See, this is 90. This side VC minus VL. So this will be VC minus VL.
This side is VR. So tan phi is equal to opposite side by adjacent side. So tan phi is equal to opposite side by adjacent side. VC minus VL by adjacent side. It is VR. So tan phi is equal to voltage capacitor I into XC, voltage inductor I into XL divided by voltage resistor I into R. I cancel. So I am getting tan phi is equal to what? Tan phi is equal to XC minus XL divided by R. No problem. This is the answer of tan phi. Then what will be phi? Phi is equal to tan inverse XC minus XL divided by R. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി എന്താണ് വേണ്ടത്? ഇനി വേണ്ടത് എന്താണ്? ഒരു കാര്യം കൂടെ, ഇമ്പിഡൻസ് കൂടെ വേണം അല്ലേ? അപ്പോൾ ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഇമ്പിഡൻസ്? ഞാനിവിടെ ചെയ്യാം. നോക്കൂ, ഇവിടെ ഇമ്പിഡൻസ് പറയണം കേട്ടോ, സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ്. സി ദ സെയിം റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, സോ വാട്ട് ഈസ് വി? വി ഈക്വൽ ടു റൂട്ട് ഓഫ്, ടെൽ മീ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, വി ആർ സ്ക്വയർ പ്ലസ് VC minus VL square. Okay, then what is the next one? V equal to root of voltage in resistor, tell me, I into R, its square, plus voltage in capacitor I into XC minus voltage in inductor I into XL, the whole square. Okay, then V equal to root of, tell me, I square R square plus I taken out, balance. You see I common, it's a square, so I square, then XC minus XL the whole square. Then V equal to I square common, take common, then out, see it becomes I root of R square plus XC minus XL whole square. Then V by I equal to what? Root of R square plus R square plus XC minus XL the whole square. Then V by I is what? Z. Z equal to root of R square plus XC minus XL the whole square. Okay, this is a impedance of the circuit. എല്ലാ ഡീറ്റെയിൽസും ആയി. അപ്പോൾ ഞാൻ ഇത് വളരെ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു എസ്സേ ആണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് 100% ആണ്. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് പഠിച്ചോണം. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ പറയൂ, വി എം സൈൻ ഒമേഗ ടി. കറണ്ടിൻ്റെ ഇക്വേഷൻ പറയൂ, ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നോ മൈനസ് ഫൈ എന്നോ വരാം. ഓക്കെ ആണ്. അപ്പോൾ ഞാനിത് ഇറൈസ് ചെയ്തിട്ട് ഇതിൻ്റെ പവർ എഴുതാൻ പോവാണ്. സി പവർ ഓഫ് ദി സർക്യൂട്ട്, ഈ സർക്യൂട്ടിൻ്റെ പവർ ഒരൊറ്റ പ്രാവശ്യം പറയും, ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് വേണം പറയാൻ. So instantaneous value of voltage can be written as Vm sin omega t. Then instantaneous value of current can be represented as Im sin omega t plus 5 ആണെങ്കിൽ പ്ലസ് 5 എഴുതാം, മൈനസ് 5 ആണെങ്കിൽ മൈനസ് 5 എഴുതാം. ഞാൻ ഇപ്പോൾ പ്ലസ് 5 എഴുതാം. ഓക്കെ, ദെൻ അടുത്ത ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സോ Vm sin omega t ഇൻറ്റു പറയൂ Im സൈൻ പറയൂ ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. അടുത്ത സ്റ്റെപ്പ് പവർ ഈസ് ഈക്വൽ ടു പറയൂ വി എം ഐ എം ബാക്കി സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. അടുത്ത സ്റ്റെപ്പ് പവർ ഈസ് ഈക്വൽ ടു പറയൂ വി എം ഐ എം സൈൻ ഒമേഗ ടി ഇൻറ്റു, ഇതിനെ നമുക്കറിയാം എന്താണ്, സൈൻ എ പ്ലസ് ബി ഫോം. പറയൂ പെട്ടെന്ന്, സൈൻ എ cos b plus cos a sin b. No problem. So പെട്ടെന്ന് പറയും, പെട്ടെന്ന് sin a cos b plus cos b, sorry, sin a cos b plus cos a sin b. Then out into in. So power is equal to outside term into inside term. So Vm Im sin square omega t, then cos phi plus ബാക്കി പറയും Vm Im ബാക്കി sin omega t, then cos omega t, അടുത്ത sin phi. Then power is equal to പറയും Vm Im cos phi, അടുത്ത sin square omega t plus അടുത്ത Vm
IM, അടുത്ത് പെട്ടെന്ന് പറയും സൈൻ ഫൈ, അടുത്ത് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ദെൻ ഇവിടെ ബൈ 2 ഇട്ടു, ഇവിടെ 2 ഇട്ടു. ഇനി ബാക്കി പറ, ഇത് 2 സൈൻ എ കോസ് എ ഫോമിലാണ് കിടക്കുന്നത്. എന്താണ് സൈൻ 2a? പറയേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞ അത് തന്നെ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, പവർ ഈസ് ഈക്വൽ ടു VM IM cos ഫൈ, VM IM cos ഫൈ, അടുത്ത് സൈൻ സ്ക്വയർ ഒമേഗ ടി, സൈൻ സ്ക്വയർ ഒമേഗ ടി, ബാക്കി പ്ലസ് ബാക്കി പറയൂ VM IM by 2, VM IM by 2, ബാക്കി സൈൻ ഒമേഗ ടി, സോറി 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. എന്താണ് സൈൻ 2 ഒമേഗ ടി, സൈൻ 2 ഒമേഗ ടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ബാക്കി പറ. ആവറേജ് വാല്യൂ ഓഫ് പവർ ഓവർ എ സൈക്കിൾ ഈക്വൽ ടു ആവറേജ് ഓഫ് ദിസ് ടേം, ദെൻ ആവറേജ് ഓഫ് ദാറ്റ് ടേം. ദെൻ പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, VM IM cos ഫൈ, ദെൻ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി, പ്ലസ് ബാക്കി പറ VM IM by 2, then average of sine 2 omega t. Then what is the answer of this? 0. What is the answer of this? Half. ബാക്കി പറയും പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, VM IM ആക്കി പറ കോസ് ഫൈ. അതിൻ്റെ ആൻസർ എന്താണ്? ഹാഫ് എന്നാണ്. ഹാഫ് നമുക്ക് √2 × √2 എന്ന് എഴുതാം. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയാം, VM by √2, IM by √2, അടുത്ത കോസ് ഫൈ എന്നാണ്. സോ പവർ ഈസ് ഈക്വൽ ടു പറയും, ഇത് VRMS ആണ്, അടുത്ത് IRMS ആണ്, ദെൻ കോസ് ഫൈ എന്നാണ്. സെയിം ആൻസർ അല്ലേ? നമ്മൾ നേരത്തെ ഇത് തന്നെയല്ലേ കിട്ടിയത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് പവർ? പവർ ഈസ് ഈക്വൽ ടു VRMS IRMS കോസ് ഫൈ. അടിപൊളിയല്ലേ? അപ്പോൾ വൃത്തിയായിട്ട് പഠിച്ചോണം. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 100% ഗ്യാരണ്ടിയിൽ എക്സാമിന് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ടു AC. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അറിയണം, കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയണം, ഇനി അടുത്ത വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളായ ഫൈയുടെ വാല്യൂ അറിയണം, അടുത്ത ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് അറിയണം, ഇനി പവർ ഓഫ് ദ സർക്യൂട്ട്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ സർക്യൂട്ട്? VRMS IRMS cos ഫൈ. കോസ് ഫൈ ഈസ് നോൺ ആസ് പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്തുള്ള മെയിനായിട്ടുള്ള എല്ലാ എസ്സൈകളും കഴിഞ്ഞു. അപ്പോൾ ചാപ്റ്ററിൽ എത്ര എസ്സൈ നമ്മൾ പഠിച്ചു? ആദ്യം റെസിസ്റ്റർ ഓൺലിയിൽ 2 ഇൻഡക്ടർ ഓൺലിയിൽ 2 കപ്പാസിറ്റർ ഓൺലിയിൽ 2 അടുത്ത LC 2 അടുത്ത RCയിൽ 2 അടുത്തതിൽ 2 LCRൽ 2 3 എസ്സൈകൾ പഠിച്ചു. അടിപൊളിയല്ലേ? എല്ലാം ഒരു മോഡലല്ലേ? അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ 3 മാത്രം വൃത്തിയായിട്ട് പഠിച്ചാൽ മതി, ബാക്കി എല്ലാം സെയിം മോഡലാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട് വരണം. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.